നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം സ്വയം ജയിക്കുന്നതാണ്. വിജയം നേടാൻ ആദ്യം മനസ്സിനെ കീഴടക്കണം. ആ ശ്രമം ഒരിക്കലും നഷ്ടമാകില്ല. കാരണം അത് വിജയത്തിന്റെ വിത്താണ്. സ്ഥിരമായ പരിശ്രമമാണ് വിജയത്തിന്റെ അടിസ്ഥാനം. നിരവധി പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും തോറ്റുകൊടുക്കാത്ത മനസ്സുമായി ഉയരങ്ങൾ കീഴടക്കിയ പവർഫുള്ളായ നടി, ആരാധകരുടെ സ്വപ്ന സുന്ദരി, തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ ഏറ്റവും കരുത്തയായ നടി എന്നൊക്കെ ഖ്യാതി നേടിയ രമ്യ കൃഷ്ണന്റെ സിനിമയിലെ ജൈത്രയാത്രയെക്കുറിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. മാസും ക്ലാസും സ്ത്രീ കഥാപാത്രങ്ങൾക്കും വഴങ്ങുമെന്ന് കാട്ടിത്തന്ന പടയപ്പ എന്ന ചിത്രത്തിലെ നീലാംബരി എന്ന കഥാപാത്രത്തിലൂടെ നമുക്ക് കാട്ടിത്തന്ന നടിയാണ് രമ്യ കൃഷ്ണൻ. സൂപ്പർ സ്റ്റാർ രജനിയോടൊപ്പം നിരവധി വില്ലൻ കഥാപാത്രങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു വില്ലത്തി വന്ന് കയ്യടി നേടുന്നത് തമിഴ് സിനിമാ ചരിത്ര താളുകളിൽ കുറിക്കപ്പെട്ടിട്ടുള്ളതാണ്. തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ മിന്നും താരമാണ് രമ്യ കൃഷ്ണൻ. രജനീകാന്തിനോടൊപ്പം അഭിനയിക്കുമ്പോൾ കയ്യടി നേടാനും സ്ക്രീൻ തന്റേതാക്കി മാറ്റാനും സാധിച്ചിട്ടുള്ള മറ്റൊരു നടി ഉണ്ടാവില്ല. പടയപ്പായിൽ സ്റ്റൈൽ മന്നനെ പോലും സൈഡാക്കിയ രമ്യ കൃഷ്ണന്റെ പ്രകടനം ഒരിക്കലും വിസ്മരിക്കാവുന്നതല്ല. പടയപ്പ എന്ന ചിത്രത്തിൽ രമ്യ കൃഷ്ണൻ അഭിനയിച്ച് അനശ്വരമാക്കിയ നീലാംബരി എന്ന കഥാപാത്രം രജനീകാന്തിനോട് പറയുന്ന ഡയലോഗുകൾ തമിഴ് മക്കൾ നെഞ്ചിലേറ്റിയതാണ്. മിൻസാര കണ്ണ, എല്ലാവർക്കും മുന്നേ ഏൻ പിടിച്ചിരിക്ക് തെരിയുമാ, വയസ്സാനാലും ഉൻ സ്റ്റൈലും അഴകും ഇന്നും മുന്നേ വിട്ടു പോകലേ. തിയേറ്ററിൽ വലിയ രീതിയിൽ കരഘോഷവും വിസിലടികളും ഏറ്റുവാങ്ങിയ ഒരു ഡയലോഗാണിത്. രജനീകാന്തിന്റെ അഴകിനെയും സ്റ്റൈലിനെയും കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ പ്രതികരണങ്ങൾ ഉണ്ടായത്. അവർ 29ാമത്തെ വയസ്സിലാണ് രജനിയോടൊപ്പം പടയപ്പയിൽ അഭിനയിക്കുന്നത്. രജനീകാന്തിന്റെ കൂടെ ഓപ്പോസിറ്റ് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോൾ ഭയവും ഉത്കണ്ഠയും ആശങ്കയും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും രജനീകാന്തിനോടൊപ്പത്തിനൊപ്പം സ്റ്റൈലിലും ആറ്റിറ്റ്യൂഡിലും പഞ്ച് ഡയലോഗിലും പിടിച്ചു നിന്നു. മികച്ച വില്ലന്മാരുടെ ലിസ്റ്റിൽ മുൻനിരയിലുണ്ട് നീലാംബരിയായ രമ്യ. അവരുടെ അനുജത്തി പടയപ്പ എന്ന സിനിമ കാണാൻ തിയേറ്ററിലെത്തി. നീലാംബരി എന്ന കഥാപാത്രം സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ രോക്ഷാകുലരായ കാണികൾ സ്ക്രീനിലേക്ക് ചെരുപ്പുകൾ വലിച്ചെറിയുന്നത് കണ്ട് അവർ ഭയന്നു. സിനിമ കണ്ടിറങ്ങിയ ഒരു പറ്റം രജനി ഫാൻസുകാർ അവരുടെ വീട് ആക്രമിക്കാൻ ചെന്നത് അന്നത്തെ തമിഴ് പത്രങ്ങളിലെല്ലാം വലിയ വാർത്തയായിരുന്നു. ഒടുക്കം രജനീകാന്ത് ഇടപെട്ടു. അവരതിൽ ഒരു കഥാപാത്രം മാത്രമാണെന്നും അവരെ ഏൽപ്പിച്ച കഥാപാത്രം അവർ ഭംഗിയായി അവതരിപ്പിച്ചതാണെന്നും രജനീകാന്ത് പറഞ്ഞു മനസ്സിലാക്കി. അങ്ങനെയാണ് ആ രംഗം ശാന്തമായത്. പടയപ്പയിൽ അവസാന ഭാഗത്ത് നീലാംബരി എന്ന കഥാപാത്രം മരിച്ചു വീഴുന്നതിന് മുൻപ് രജനീകാന്തിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഇന്ത ജന്മത്തിൽ നീ ജയിച്ചിട്ടേ അടുത്ത ജന്മം ഒന്നിരുന്നാൽ അന്ത ജന്മത്തിൽ അതുന്നെ പഴിവാങ്കാമേ വിടമാട്ടാതെ. അതായത് ഈ ജന്മത്തിൽ നീ ജയിച്ചു, എനിക്ക് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പകരം വീട്ടിയിരിക്കും എന്ന് പറഞ്ഞ് ജന്മജന്മാന്തരങ്ങൾ പക വീട്ടാൻ ഒരുങ്ങി മരിച്ചു വീഴുന്ന നീലാംബരി. രൂപത്തിലും ഭാവത്തിലും ശക്തിയിലും എന്തിനധികം അവരുടെ കണ്ണുകളിൽ പോലും തീക്ഷ്ണമായ അഭിനയ ഭാവം. അത്രയ്ക്കും ശക്തിയുള്ള ഒരു സ്ത്രീ കഥാപാത്രം ഇന്നോളം ഉണ്ടായിട്ടില്ല. നെഗറ്റീവ് കഥാപാത്രം. നീലാംബരി മരിച്ചു വീഴുമ്പോൾ അതുപോലെ തന്നെ രജനി പറയുന്ന ഒരു മാസ് ഡയലോഗ് ഉണ്ട്. എത്തന ജന്മമെടുത്താലും അളവക്കധികം ആശപ്പെടുന്ന ആമ്പിളയും അളവക്കധികം കോപപ്പെടുന്ന പെമ്പിളയും നല്ല വാഴ്ന്നതാ ചരിത്രമേ കിടയാതെ. അദ്ദേഹം പറയുന്ന ഡയലോഗ് അത്യാഗ്രഹികളായ ആണുങ്ങളും അധികം കോപിക്കുന്ന ദേഷ്യപ്പെടുന്ന പെണ്ണുങ്ങളും നല്ലതുപോലെ ജീവിച്ച ചരിത്രമേ ഇല്ല എന്നാണ്. കാലം ഇത്ര പിന്നിട്ടിട്ടും പടയപ്പയിലെ രജനീകാന്തിന്റെയും നീലാംബരിയുടെയും ഡയലോഗുകൾ ഇന്നും ലൈവായി നിൽക്കുന്നുണ്ട്. പടയപ്പയിലെ നീലാംബരിയുടെ ആഗ്രഹം, അതായത് രജനീകാന്തിന്റെ ഭാര്യ ആകുക എന്നുള്ള ആഗ്രഹം, ജയിലർ എന്ന സിനിമയിലൂടെ അത് സാധിച്ചു എന്നാണ് അവരുടെ ആരാധകർ പറയുന്നത്. ആലപ്പുഴക്കാരനും നടി ഉഷ ഹസീനയുടെ സഹോദരനുമായ ഹസീബ് ഹനീഫ് നിർമ്മിച്ച ചിത്രമാണ് ആടുപുലിയാട്ടം. അതിലെ നായിക രമ്യ കൃഷ്ണനായിരുന്നു. നടൻ ജയറാം ഏർപ്പാട് ചെയ്തതനുസരിച്ച് നിർമ്മാതാവായ ഹസീബ് തന്നെയാണ് രമ്യ കൃഷ്ണനെ പോയി കണ്ട് കഥ പറഞ്ഞതും തുക നിശ്ചയിച്ചതും. ഒരു ദിവസത്തേക്ക് 2 ലക്ഷം രൂപയായിരുന്നു അവർക്ക് അന്നത്തെ പ്രതിഫലം. ഈ ചിത്രത്തിലെ കറുപ്പാന കണ്ണഴകി കലയാന പെണ്ണഴകി എന്ന് തുടങ്ങുന്ന ഗാനം മമത മോഹൻദാസ് പാടി രമ്യ കൃഷ്ണൻ അമ്മൻ വേഷത്തിൽ നൃത്തം ചെയ്യുന്നുണ്ട്. ആ പാട്ടിൽ ഒരു ആദിവാസി മൂപ്പനായി ഞാനും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്ത രൂപത്തിലായിരുന്നു അത്. ഹസീബ് എന്നെ വിളിച്ച് പറയുന്നു, ഇതിൽ
നല്ലൊരു വേഷമുണ്ട്, അത് അഷ്റഫ് ഖാൻ വന്ന് ചെയ്യണമെന്ന്. എന്നാൽ എനിക്ക് നല്ല വേഷം തരുന്നതിൽ സംവിധായകന് താല്പര്യമില്ലായിരുന്നു എന്ന് എനിക്ക് പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത്. പാട്ടിന്റെ ആരംഭം കുറിക്കുന്നത് മൂപ്പനിൽ നിന്നുമാണ്. എന്നാൽ അതിൽ എന്റെ മുഖം തെളിയാതിരിക്കാൻ സംവിധായകൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അതിന് കാരണം നിർമ്മാതാവായ ഹസീബ് സെറ്റിൽ എനിക്ക് അമിത പ്രാധാന്യം തന്നതാണ്. പല കാര്യങ്ങളും ഹസീബ് എന്നോട് ചർച്ച ചെയ്യുന്നത് സംവിധായകന് ഇഷ്ടമായില്ല. ഈഗോ ഉള്ള സംവിധായകർക്ക് അങ്ങനെ തോന്നുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ടാവാം ചിത്രത്തിൽ എന്നെ വേണ്ട വിധം പരിഗണിക്കാതിരുന്നത്. ഞാൻ അതേക്കുറിച്ച് ആരോടും പരാതിയൊന്നും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പരാതിയില്ല. സിനിമയിലെ ഓരോരുത്തരുടെയും സ്വഭാവ രീതികളെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. പടം റിലീസ് കഴിഞ്ഞ് എന്നെ കണ്ടപ്പോൾ അദ്ദേഹം വലിയ സ്നേഹവും ഇഷ്ടവും ഒക്കെ പ്രകടിപ്പിച്ചു. അങ്ങനെ രമ്യ കൃഷ്ണൻ അഭിനയിച്ച ഒരു പടത്തിൽ മുഖമില്ലാത്ത എന്റെ മുഖം മിന്നിമറയുന്ന ഒരു സീനിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. രമ്യ കൃഷ്ണൻ 5 ഭാഷകളിലായി 200-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ കഥാപാത്രങ്ങളെയും കവച്ചു വെക്കുന്ന അഭിനയ മികവായിരുന്നു ബാഹുബലിയിലെ രാജമാതാ ശിവകാമി ദേവി എന്ന കഥാപാത്രം. ഒരു സാമ്രാജ്യം മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന ചക്രവർത്തിനി. ഇതാണ് എന്റെ വാക്ക്, ഇതാണ് എന്റെ നിയമം എന്ന് ആജ്ഞാപിക്കുന്ന ഒരു ഭരണാധികാരി. ഈ ശിവകാമിയാണ് സ്ത്രീ നേതൃത്വത്തിന്റെ പ്രതീകം. ബാഹുബലിയിലെ ശിവകാമി ദേവി എന്ന കഥാപാത്രത്തിലൂടെ പുതുതലമുറയുടെയും ആവേശമായി മാറാൻ രമ്യയ്ക്ക് കഴിഞ്ഞു. ശിവകാമി എന്ന രാജമാതായുടെ വേഷം വളരെ അനായാസമായിട്ടാണ് രമ്യ അവതരിപ്പിച്ചത്. അവർ ആ കഥാപാത്രത്തിന് കൊടുത്ത ഊർജം വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു. ബാഹുബലിയിൽ യഥാർത്ഥത്തിൽ ശിവകാമിയുടെ വേഷം അഭിനയിക്കേണ്ടിയിരുന്നത് രമ്യ കൃഷ്ണൻ ആയിരുന്നില്ല, വിട പറഞ്ഞ നടി ശ്രീദേവി ആയിരുന്നു. ശ്രീദേവി വൻ പ്രതിഫലവും മറ്റധിക സൗകര്യങ്ങളും ആവശ്യപ്പെട്ടതിന്റെ പേരിലായിരുന്നു അവരെ ഒഴിവാക്കിയതും പകരം രമ്യ കൃഷ്ണനെ ആ റോളിലേക്ക് ഫിക്സ് ചെയ്തതും. ഈ വിവരം ബാഹുബലിയുടെ സംവിധായകനായ രാജമൗലി വെളിപ്പെടുത്തിയപ്പോൾ അത് നിഷേധിച്ചുകൊണ്ട് ശ്രീദേവിയും രംഗത്ത് വന്നിരുന്നു. എന്തൊക്കെയായാലും ഈ ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ ഒരു ചെറിയ കുഞ്ഞു ഭാഗമാകാൻ എനിക്കും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ബാഹുബലി 1-ാം ഭാഗത്തിലെ കുമാരവർമ്മ എന്ന മണ്ടൻ രാജാവിന് ശബ്ദം നൽകിയിരുന്നത് ഞാനായിരുന്നു. അതിൽ ഡബ് ചെയ്തതിന്റെ പ്രതിഫലം കൂടാതെ ചിത്രം ഹിറ്റായപ്പോൾ വീണ്ടും സമ്മാനമായി പ്രതിഫലം ലഭിക്കുന്നത് എനിക്ക് ആദ്യ അനുഭവമായിരുന്നു. രമ്യ കൃഷ്ണൻ പുതുതലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. ഇന്നത്തെ നായികമാരോട് എനിക്ക് പറയാനുള്ളത്, ഈ ക്യാരക്ടർ മാത്രമേ ചെയ്യൂ, ആ ക്യാരക്ടർ ഞാൻ ചെയ്യില്ല എന്നൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. മനസ്സ് തുറന്നു വെച്ചോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ആ ക്യാരക്ടർ നല്ലതാവില്ല എന്നില്ല. എന്തുകൊണ്ടെന്നാൽ പടയപ്പയിലെ നീലാംബരി എന്ന കഥാപാത്രത്തെ കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ഭയം തോന്നിയിരുന്നു. എന്നാൽ ആ സമയത്ത് എനിക്ക് വേറൊരു ചോയ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിൽ അഭിനയിച്ചത്. പക്ഷേ ആ കഥാപാത്രമായി ഞാൻ ആത്മാർത്ഥമായി അഭിനയിച്ചു. അതായിരുന്നു എന്റെ കരിയറിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായി മാറിയത്. അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലതൊക്കെ നടക്കും. വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ നിങ്ങളെ സമീപിച്ചാൽ എന്തുകൊണ്ടാണ് അങ്ങനെ ആവശ്യപ്പെടുന്നതെന്ന് ആലോചിച്ചു വേണം തീരുമാനമെടുക്കാൻ. അല്ലാതെ മനസ്സിനെ ബ്ലോക്ക് ചെയ്ത് വെക്കരുത്. ഇത് കേൾക്കുമ്പോൾ മറ്റൊരു കാര്യം ഓർത്തു പോവുകയാണ്. മലയാളത്തിലെ നായിക പ്രാധാന്യമുള്ള ആദ്യ 200 കോടി ക്ലബിൽ കയറിയ ചിത്രമാണല്ലോ ലോക. അതിലെ നായികയെ അവതരിപ്പിച്ച കല്യാണി പ്രിയദർശൻ ഇന്ന് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നടിയായി മാറിയിരിക്കുകയാണ്. അവരെ ഇന്ന് അഭിനന്ദനവും അനുമോദനവും കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയാണ്. എന്നാൽ ലോക എന്ന ചിത്രത്തിലെ നായികയാകാൻ ആദ്യം സമീപിച്ചത് പാർവതി തിരുവോത്തിനെയായിരുന്നു. കഥ കേട്ട് ഇഷ്ടപ്പെടാതെ അവർ തള്ളിക്കളഞ്ഞ ചിത്രമാണ് ലോക. ഇവിടെയാണ് രമ്യ കൃഷ്ണന്റെ വാക്കുകളുടെ പ്രസക്തി. വ്യത്യസ്തമായ കഥാപാത്രങ്ങളുമായി നിങ്ങളെ സമീപിച്ചാൽ നിങ്ങൾ മടികൂടാതെ അത് ഏറ്റെടുക്കണമെന്ന്. ഓൺ സ്ക്രീനിൽ തന്റെ പ്രകടനങ്ങളുടെ പേരിൽ മാത്രമല്ല, തന്റെ വ്യക്തി ജീവിതത്തിന്റെ പേരിലും രമ്യ കൃഷ്ണൻ വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. പടയപ്പയുടെ സംവിധായകൻ KS രവികുമാറുമായുള്ള പ്രണയം തമിഴ് സിനിമാ ലോകം കണ്ട ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്നായിരുന്നു. ഇന്നതൊരു പഴങ്കഥയാണെങ്കിലും അക്കാലത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചതായിരുന്നു അവരുടെ പ്രണയം. എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും അവർ രണ്ടുപേരും പ്രതികരിച്ചിട്ടുമില്ല. തന്നെയുമല്ല, അവരുടെ ജീവിതത്തിനെയോ കരിയറിനെയോ ഇതൊന്നും ബാധിച്ചിട്ടുമില്ല. ഞാൻ ഈ പറഞ്ഞത് ഇന്ത്യയിലെ മുൻനിര എന്റർടൈൻമെന്റ് ചാനലുകളിൽ വന്ന വാർത്തയാണ്. ഇനി മറ്റൊരു വിവാദം, അവരും അനുജത്തിയും കൂടി യാത്ര ചെയ്തിരുന്ന കാറിൽ നിന്നും 96 കുപ്പി മദ്യം പിടിച്ചെടുത്തു എന്നുള്ളതായിരുന്നു. അതിന്റെ പേരിൽ ആ കാർ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു, ഇവരെ ചോദ്യം ചെയ്യാനും വിളിപ്പിച്ചു. ഇത് എല്ലാ മാധ്യമങ്ങളും വലിയ പ്രാധാന്യത്തോടെ വാർത്തയാക്കി. ഇനി മറ്റൊരു വിവാദം എന്താണെന്ന് വെച്ചാൽ, പരമ്പര എന്ന ഹിന്ദി സിനിമയിലെ ഒരു ഗാനരംഗത്ത് അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നായകൻ നായികയുടെ ബ്ലൗസിന്റെ ഹുക്കഴിച്ച് ഒരു വികാര ചുംബനം പങ്കിട്ടത് വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചു. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു വിവാദവും അവരെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. എല്ലാം ഹൂ കെയർ എന്നുള്ള രീതി. പ്രശസ്ത സംവിധായകൻ കൃഷ്ണവംശിയാണ് രമ്യ കൃഷ്ണൻ.
കൃഷ്ണയുടെ ഭർത്താവ്. അദ്ദേഹം നിരവധി തവണ ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അവാർഡുകൾ വാങ്ങിയിട്ടുള്ള തെലുങ്ക് സംവിധായകനാണ്. രമ്യയുടെയും കൃഷ്ണവംശിയുടെയും വിവാഹം പ്രണയ വിവാഹമായിരുന്നു. അവർക്ക് ഋതിക് വംശി എന്നു പേരുള്ള ഒരു മകനുമുണ്ട്. വളരെ മിടുക്കനും സ്മാർട്ടും ഇന്റലിജന്റും ഒക്കെ ആയ ഒരു മകനാണ്. സന്തോഷപരവും മാതൃകാപരവുമായ ഒരു കുടുംബ ജീവിതമാണ് ഇന്ന് രമ്യ നയിക്കുന്നത്. ജീവിതത്തിലും കരിയറിലും ഇനിയും ഉന്നതികൾ കീഴടക്കാൻ സാധിക്കട്ടെ. പ്രായം കൂടുന്തോറും സൗന്ദര്യവും ആരാധകരും കൂടിക്കൊണ്ടിരിക്കുന്ന സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയുടെ ഫീമെയിൽ വെർഷനായ തെന്നിന്ത്യൻ താരസുന്ദരി രമ്യ കൃഷ്ണനും കുടുംബത്തിനും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. സുന്ദരമായ മുഖം ഒരു ദിവസം വാർദ്ധക്യമാകും. ശക്തമായ ശരീരം ഒരു ദിവസം വാടിപ്പോകും. സ്ഥാനവും അന്തസ്സും സമ്പത്തും ഒരു ദിവസം നശിക്കപ്പെടും. എന്നാൽ ഒരു നല്ല വ്യക്തിയുടെ നല്ല സ്വഭാവം, പ്രവൃത്തികൾ, വാക്കുകൾ, ഗുണങ്ങൾ എന്നിവ എന്നേക്കുമായി അതേപടി നിലനിൽക്കും. നിർത്തുന്നു. നന്ദി, നമസ്കാരം.